1950 ജൂൺ മാസം അർദ്ധരാത്രി അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയിലുള്ള തിരക്കേറിയ ടൈംസ് സ്ക്വയർ. ആളുകൾ നടന്നു നീങ്ങുന്ന ആ തെരുവിലേക്ക് പെട്ടെന്നാണ് വിചിത്രമായ വസ്ത്രധാരണത്തോടെ ഒരാൾ എത്തിയത്. 19-ാം നൂറ്റാണ്ടിലെ പഴയ നീളൻ കോട്ടും കട്ടിമീശയുമുള്ള ഒരു ചെറുപ്പക്കാരൻ. ചുറ്റുമുള്ള കാറുകളും വലിയ കെട്ടിടങ്ങളും കണ്ട് അയാൾ ഭയന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് നിയന്ത്രണം വിട്ടുവന്ന ഒരു ടാക്സിക്കാർ അയാളെ ഇടിച്ചു തെറിപ്പിച്ചു. അയാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. പോലീസ് മൃതദേഹം പരിശോധിക്കാൻ തുടങ്ങിയപ്പോഴാണ് ലോകത്തെ ഞെട്ടിച്ച ആ സത്യം പുറത്തുവന്നത്. അയാളുടെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന രേഖകൾ പ്രകാരം അയാൾ മരിച്ചത് 1950-ലല്ല, 1876-ലായിരുന്നു. 74 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ ഒരാൾ അതേ പ്രായത്തിൽ 1950-ൽ എങ്ങനെയാണ് എത്തിയത്? ന്യൂയോർക്ക് പോലീസിലെ ക്യാപ്റ്റൻ ഹൂബർട്ട് റിം ആണ് ഈ കേസ് അന്വേഷിച്ചത്. മരിച്ചയാളുടെ ഐഡന്റിറ്റി കണ്ടെത്താൻ അയാൾ പോക്കറ്റുകൾ പരിശോധിച്ചു. അവിടെ കണ്ട കാര്യങ്ങൾ പോലീസിനെ കൂടുതൽ അമ്പരപ്പിക്കുന്നതായിരുന്നു. അതിലൊരു കുതിരയുടെ ചെമ്പ് നാണയമുണ്ടായിരുന്നു. 1870-കളിലെ ഒരു കാളച്ചന്തയുടെ അഡ്രസ് കാർഡ്, റുഡോൾഫ് ഫെൻസ് എന്ന പേരിലുള്ള ഒരു കത്ത്. ഏറ്റവും പ്രധാനം 1876-ലെ തീയതി വെച്ച ഒരൊറ്റ കേടുപാടും പറ്റാത്ത പഴക്കം തോന്നിക്കാത്ത നോട്ടുകൾ. 1950-ൽ നിൽക്കുന്ന ഒരാളുടെ കയ്യിൽ 74 വർഷം പഴക്കമുള്ള നോട്ടുകൾ എങ്ങനെ യാതൊരു കേടുപാടും കൂടാതെ ഇരിക്കും? അയാൾ ആരാണെന്ന് കണ്ടെത്താൻ ക്യാപ്റ്റൻ ഹൂബർട്ട് തീരുമാനിച്ചു. ക്യാപ്റ്റൻ ഹൂബർട്ട് 1950-ലെ എല്ലാ ടെലിഫോൺ ഡയറക്ടറികളിലും അഡ്രസ്സുകളും അരിച്ചുപെറുക്കി. റുഡോൾഫ് ഫെൻസ് എന്ന പേരിൽ ആരെയും കണ്ടെത്താനായില്ല. ഒടുവിൽ പഴക്കമേറിയ മിസ്സിംഗ് കേസുകളുടെ റെക്കോർഡുകൾ തിരഞ്ഞപ്പോഴാണ് പോലീസിന് ആ വലിയ ട്വിസ്റ്റ് കിട്ടുന്നത്. 1876-ലെ ഒരു ഫയലിൽ റുഡോൾഫ് ഫെൻസ് എന്ന പേരുണ്ടായിരുന്നു. അതിൽ എഴുതിയിരുന്നു 1876-ൽ ഒരു രാത്രിയിൽ നടക്കാനിറങ്ങിയ 29 വയസ്സുള്ള റുഡോൾഫ് ഫെൻസ് എന്ന യുവാവിനെ കാണാതായിരിക്കുന്നു. അയാൾ തിരികെ എത്തിയിട്ടില്ല. ചിന്തിച്ചു നോക്കൂ, 1876-ൽ തനിക്ക് 29 വയസ്സുള്ളപ്പോൾ ഒരു രാത്രി നടക്കാനിറങ്ങിയ റുഡോൾഫ് ഫെൻസ് ഒരൊറ്റ വയസ്സുപോലും കൂട്ടാതെ അതേ 29-ാം വയസ്സിൽ അതേ വസ്ത്രങ്ങളോടെ 1950-ൽ ടൈംസ് സ്ക്വയറിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതായത് 1876-ൽ നടക്കാനിറങ്ങിയ ആ യുവാവ് അറിയാതെ ഏതോ ഒരു ടൈം പോർട്ടലിൽ അഥവാ സമയത്തിന്റെ വിടവിലേക്ക് വീണുപോയി. അയാൾക്ക് തോന്നിയിട്ടുണ്ടാകുക സെക്കൻഡുകളുടെ വ്യത്യാസം മാത്രമാണ്. എന്നാൽ അയാൾ ചവിട്ടി നിന്ന മണ്ണ് കാലത്തിൽ 74 വർഷം മുന്നോട്ട് സഞ്ചരിച്ച് 1950-ൽ എത്തിയിരുന്നു. സെക്കൻഡുകൾക്ക് മുമ്പ് 1876-ലെ ശാന്തമായ തെരുവിൽ നിന്ന അയാൾ പെട്ടെന്ന് 1950-ലെ വലിയ കാറുകൾക്കും ലൈറ്റുകൾക്കും നടുവിൽ എത്തിപ്പെട്ടപ്പോൾ ഭയന്നുപോയതാണ്. ആ പരിഭ്രാന്തിയിലാണ് അയാൾ കാറിന് മുന്നിലേക്ക് ചാടിയത്. ശാസ്ത്രലോകവും പത്രങ്ങളും ഈ വാർത്ത വലിയ ചർച്ചയാക്കി. ടൈം ട്രാവൽ റിയൽ ആണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി ആളുകൾ അതിനെ കണ്ടു. കാലത്തിനും സമയത്തിനുമിടയിൽ അറിയാതെ കുടുങ്ങിപ്പോയ റുഡോൾഫ് ഫെൻസിന്റെ കഥ ഇന്നും സയൻസ് ലോകത്ത് ഒരു സമസ്യയായി തുടരുകയാണ്. നമ്മുടെ ചുറ്റും ഇതുപോലെയുള്ള ടൈം പോർട്ടലുകൾ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റായി രേഖപ്പെടുത്തൂ.